ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു നഗരത്തിൽ ഒരു അനീതി നടന്നാൽ അത് അസ്തമയത്തിനുള്ളിൽ അവിടെ കലാപം നടന്നിരിക്കും. അനീതി നടന്നത് എൻ്റെ വീട്ടിലാണെങ്കിൽ അവിടെ കലാപം നടന്നിരിക്കും. യെസ്. അപ്പൊ നമ്മുടെ ലാൽ ജൂനിയർ സംവിധാനം ചെയ്യുന്ന നടിഗർ തിലകം. അപ്പൊ അതിന് ടീസർ ഇന്നലെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ടീസർ കണ്ട് തരിച്ചിരിക്കുകയാണ്. ദ ഷുവർ ഹിറ്റ് ടോവിനോ. മെയ് 3 പടം റിലീസ്. യാതൊരു സംശയം വേണ്ടത് എഴുതി വെച്ചോളൂ. ഇതൊരു ശരിക്കും എന്റർടൈൻമെന്റ്, പക്ക എന്റർടൈൻമെന്റ്, ക്ലീൻ എന്റർടൈൻമെന്റ് മൂവി ആയിരിക്കും. അപ്പൊ ലാലിനെ നമുക്കറിയാം, ലാൽ ജൂനിയർ നമുക്കറിയാം. നമ്മുടെ ജീൻ പോൾ എന്നല്ല പേര്. യെസ്, ജീൻ പോൾ. ഹണിബി 2, പിന്നെ ഏതാ ചെയ്തിട്ടുള്ളത്? ഹണിബി 2 അല്ല, ഹണിബി, ഡ്രൈവിംഗ് ലൈസൻസ്, ആന്റോണി. 3 ഡിഫറെന്റ് പടങ്ങളാണ്. ഡ്രൈവിംഗ് ലൈസൻസ് വേറൊരു ജോണൽ എടുത്തുള്ളത്, ഹണിബി വേറൊരു ജോണൽ. ടോണി ശരി ബോളിവുഡ് പടം കാണുന്ന ഒരു എനിക്ക് ഫീൽ ചെയ്തു. പെർഫോമൻസുകൾ, ലാലിന്റെ പെർഫോമൻസിലെ പടം സാമ്പത്തികമായിട്ട് അധികം കളക്ട് ചെയ്തിട്ടില്ല. ബാക്കി 2 പടങ്ങളും ഹിറ്റായിരുന്നു, ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. അപ്പൊ നമ്മൾ കാത്തിരിക്കുകയാണ്. ഇതില് എടുത്ത് പറയേണ്ടത് ചെക്കന്റെ ലുക്കും കാര്യങ്ങളൊക്കെയാണ്. ആളൊരു ആക്ടറാണ്. ഇത് സിനിമയ്ക്കുള്ളിൽ സിനിമയാണ്, നമുക്ക് മനസ്സിലായി. അപ്പൊ ഫിലിമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ലുക്കും കാര്യങ്ങളൊക്കെ പക്ഷെ ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്. കിഡു സാധനം എന്ന് വെച്ചാൽ കിഡു സാധനം. സൂപ്പർ സ്റ്റാർ ഡേവിഡ് പടിക്കൽ. 1-2 പടങ്ങൾ പൊട്ടിയെന്ന് വെച്ച് ഞാൻ ഇപ്പോഴും സൂപ്പർ സ്റ്റാർ തന്നെയാണ്. സൂപ്പർ സ്റ്റാർ. നോ ഫോൺ, നോ കോൾസ്, നോ സിനിമ എന്ന് പറഞ്ഞ ഡയലോഗും വരുന്നുണ്ട്. അപ്പോൾ സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ട്. വേറെ കുറച്ച് എന്റർടൈൻമെന്റ് മൂഡ്, ബ്ലാസ്റ്റിംഗ് മൂഡായിരിക്കും. ട്രാവലിങ്ങും അത്യാവശ്യം ഡാൻസൊക്കെ കാണിച്ചിട്ടൊരു സീനൊക്കെയാണ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ പടത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ടീസർ കണ്ട സമയത്ത് ഇത് ഉറപ്പിച്ചു. എനിക്ക് തോന്നിയെന്താ വെച്ചാൽ സിനിമയ്ക്കുള്ളിൽ നടക്കുന്ന ഒരു കഥ. 1-2 പടങ്ങളൊക്കെ ചെയ്തപ്പോൾ ഒരു നല്ലൊരു ഹിറ്റ് കിട്ടി. അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാറായി. സരോജ് കുമാറിനെ പോലെയൊക്കെ ആയിരിക്കാം. അങ്ങനെ സൂപ്പർ സ്റ്റാർ പിന്നെ ഒരുപാട് ഫ്ലോപ്പുകളൊക്കെ അതിൻ്റെ ഇടയിൽ സംഭവിച്ചാണ്. സിനിമ വിട്ട് നിൽക്കുകയാണ്. അതിനിടയ്ക്ക് സംവിധായകന്മാരായിട്ട് നമ്മൾ ധ്യാനി സൗബിനും കണ്ടു. അപ്പൊ അവര് പറയുന്നുണ്ട്. അപ്പൊ ഏകദേശം നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ പിന്നെ പറയുന്നുണ്ട് ചേട്ടൻ ചെറിയൊരു ചെക്കനാന്നൊക്കെ പറയുന്നുണ്ട് ഒരു ഇന്റർവ്യൂല്. അപ്പോൾ എന്നിട്ട് ഇൻഡസ്ട്രിയിൽ നിന്ന് വിട്ട് നിൽക്കുകയാണ്. പിന്നെ തിരിച്ചൊരു കംബാക്ക് ആയിരിക്കും. സിനിമയിൽ നല്ല മൂവി ആയിട്ടൊരു കംബാക്ക് ആയിരിക്കും. നമുക്കറിയാം ഉദയനാണ് താരം പുറത്തൊരു പടം നമ്മൾ കണ്ടിട്ടുണ്ട്. അത് സിനിമയ്ക്കുള്ള സിനിമയാണ്. തിരക്കഥ മോഷ്ടിക്കും നല്ലതാണ് ഉദ്ദേശിച്ച് വേറെ രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. അതിനുള്ള കഴിവുള്ള ആളാണ് അത് ഡയറക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇപ്പൊ കുഞ്ചാക്ക ബോബൻ, ഫഹദ് ഫാസിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫഹദ് ഫാസിലേക്ക് നമുക്ക് എടുത്തു പറയണം. കാരണം ആദ്യത്തെ പടം മുതൽ ആൾ ശോകമായിരുന്നു. പിന്നെ തിരിച്ചു വരാം. ഇന്ന് മലയാള സിനിമയിൽ ആൾ അഭിനയിക്കുന്ന പോലെ അഭിനയിക്കാൻ ആളുകൾ ഭയങ്കര ചുരുക്കമാണ്. ആൾ ചെയ്യുന്ന റോളുകൾ, സെലക്ട് ചെയ്യുന്ന റോളുകളൊക്കെ നോക്കുന്നത് ഇപ്പൊ തമിഴിലായാലും ഹിന്ദിയിലായാലും തെലുങ്കിലായാലും നമ്മുടെ ലാംഗ്വേജിലായാലും സെറ്റാണ്. അപ്പോൾ പ്രൊഡക്ഷനും എല്ലാം ആള് ഡിസ്ട്രിബ്യൂഷനൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫഹദ് ഫാസിൽ നമുക്കറിയാം വന്ന സമയത്ത് ഒരു പാട്ട് സീനിലൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഉണ്ട്. അയ്യോ വയ്യ കയ്യെത്തും ദൂരത്ത്. ഫാസിലിന്റെ സംവിധാനം ചെയ്ത മൂവിയായിരുന്നു. അപ്പോൾ തിരിച്ചുവരവിന് ശേഷം നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ കുഞ്ചാക്കോ വന്ന സമയത്ത് 1-2 ഹിറ്റൊക്കെ അടിച്ച് പോയിരുന്നു. തുടർന്ന് അങ്ങോട്ട് ഫ്ലോപ്പുകളായിരുന്നു. പിന്നെ തിരിച്ചു വന്നത് ഒരു ഫിലിം കറക്റ്റ് കുഞ്ചാക്കോ ബോബൻ ജയസൂര്യ ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു. തിരിച്ചു വന്നത്. പടത്തിന്റെ പേര് കറക്റ്റ് ആളുടെ തുമ്പത്തുണ്ട്, കിട്ടുന്നില്ല. ആ മൂവിനെ തിരിച്ചു വന്നു. പിന്നെ കുഞ്ചാക്കോ ഭയങ്കര സെലക്റ്റീവ്, എല്ലാവിധ റോളുകൾ ചെയ്യുക. ചോക്ലേറ്റ് ബോയ് എന്നുള്ള പേര് വിട്ട് ഒരു മോളച്ഛനായിട്ട് വരെ അഭിനയിച്ചു ഹോൾഡ് അറിയുന്ന പടത്തിൽ. പിന്നെ ഡിഫറെന്റ് ജോണർ ഏജ്ഡായ ക്യാരക്ടർ. ഇപ്പൊ ചാവേറിൽ വരെ എത്തിക്കുന്ന സമയത്ത് കുഞ്ചാക്കോ പല രീതിയിൽ അഭിനയിച്ച് പല ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഈ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാള് കംബാക്ക് എന്നുള്ള സാധനമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എൻ്റെ എക്സ്പെക്ടേഷനാണ്. പിന്നെ അത് അങ്ങനെ തന്നെ ആവും തോന്നുന്നു. കാരണം ആള് തിരിച്ചുവരവായിരിക്കും പടം. ആ രീതിയിലാവും മേക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഇരിക്കും. ഫാമിലി കുറച്ച് ഉണ്ടാകുന്ന പ്രോബ്ലംസ്, കാമുകി, ഫാമിലി അതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ പിന്നെ പ്രൊഡ്യൂസർമാർക്കും ഡയറക്ടർമാർക്കും നല്ല ബുദ്ധിമുട്ട് വരുത്തേക്കുന്നുണ്ട്. പടം പൊട്ടുന്നുണ്ട്. ധ്യാന്റെ വാക്ക് കേൾക്കാൻ സൗബിന്റെ ഏത് സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുന്ന ഡയലോഗ് ഉണ്ട്. സൗബിൻ ഡേവിഡ് പഠിക്കലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏകദേശം ഒരു കാര്യം മനസ്സിലായി കാണും. ഒരു മിനിറ്റ് 25 സെക്കൻഡ് അല്ലെ? തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാത്ത അത്ര സമയമുണ്ടോ അത്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഗംഭീര സമയം, ലുക്ക് പിടിച്ചുള്ളൊരു ഗംഭീര ലുക്കുകളാണ് ആള് പിടിച്ചുള്ളത്. പിന്നെ ആ സീനിൽ കാണിച്ചിട്ടോ പിന്നെ സൗബിൻ ഡയറക്ടർ ചന്തുവിന്റെ റോള് കിടുവായിരിക്കും. കൈ വരച്ചിട്ട് ലാലേട്ടൻ മോഹൻലാലിന്റെ കൈകൾ വരെ അവതരിപ്പിക്കുന്ന പറഞ്ഞ പോലെ കൈ വരച്ചിട്ടുള്ള സീൻ. അത് ഗംഭീര. ടോവിനോ ഉണ്ണിമുന്ത് ഫാൻസിനെ ഫോളോ ചെയ്യുന്ന പോലെ എന്നെ ഫോളോ ചെയ്യുന്നത് ഡയലോഗ് അടിക്കുന്നുണ്ട്. ചന്തു എഴുതി വെച്ചോ അടുത്ത നമ്മുടെ മലയാളത്തിന്റെ സലീം കുമാറിന്റെ മോനാണ്. അപ്പൊ അതിൻ്റെതായ എല്ലാ സാധനങ്ങളും കയ്യിലുണ്ടാവും. നമ്മള് കണ്ടു, മഞ്ഞുമല്ല് കണ്ടു. കുറച്ച് നേരമുള്ളതിലും കിടുവാണ്. യൂസ് അടിക്കടാന്ന് പറഞ്ഞ ഡയലോഗ് മതി ആളെ ആലോചിക്കാൻ. അപ്പോൾ ആള് അടുത്ത സ്റ്റെപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ സാധനങ്ങളൊക്കെ അതിലുണ്ട്. പടങ്ങള് ചെയ്തതിന്റെ എക്സ്പീരിയൻസ്ഡ് ആവും. നല്ല കഴിവുള്ള നടനാണ്.
അതൊരു കോമഡി എല്ലാ റോളും കൈകാര്യം ചെയ്യാൻ പറ്റിയ ആക്ടറായി മാറുന്ന രീതിയിലേക്കാണ് മാറാൻ സംശയമില്ല. ആ റോൾ ആള് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ധ്യാനിച്ച് കുറച്ച് സമയമുള്ളൂ എന്ന് തോന്നി എനിക്ക്, കാരണം ഒരു പടം കമ്മിറ്റ് ചെയ്തിട്ട് ചെയ്യുന്നു. അതുകൊണ്ട് അതിൻ്റെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നി. ഇവൻ അതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളും പ്രോബ്ലംസ് ഒക്കെ കാണുന്നതാണ് അവിടെ കാണിക്കുന്ന ഒരു സീൻ നോക്കിയത്. ഗണപതിനെ ഉണ്ടെന്ന് തോന്നുന്നു, ബാലു വർഗീസ്, ഷൈൻ ടോൺ ചാക്കോ അവരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ബാലു വർഗീസ് ആളുടെ വാലാണ്, കുട പിടിച്ച് നിൽക്കുന്ന സീനൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആൾ അസിസ്റ്റന്റ് ആയിരിക്കും, എല്ലാ കാര്യം സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും സെറ്റ് കാര്യങ്ങളായിരിക്കും. ഡയലോഗ് ഒരു പടം കമ്മിറ്റ് ചെയ്ത് ഡയലോഗ് അടിക്കുന്നുണ്ട്, ഇത് പടം ചെയ്യലൊക്കെ അറിഞ്ഞുകൂടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പടം ഒരു വിരുന്നായിരിക്കും. പിന്നെ നമുക്ക് സമാധാനം എന്താ വെച്ച് കഴിഞ്ഞാൽ മെയ് 3-നാണ് പടം. ഏപ്രിലൊന്നും കൊടുന്നിട്ടില്ല, ഏപ്രിൽ 11 നമുക്കറിയാം 4-5 പടങ്ങൾ ഏപ്രിലാണ് നമുക്ക് കാണും. കമ്പൽസറി കാണാനുള്ള 5-6 പടങ്ങളുണ്ട്. പിന്നെ ഏപ്രിൽ 11 അറിയാം 4 പടം റിലീസ് ഉള്ളത്. അപ്പോൾ ഈ പടം മിക്കതും മെയ് 3-നാണ് ഏകദേശം കൺഫേം ആയി. മെയ് 1-ന് വേറൊരു പടം ഉണ്ട്, മലയാളി ഫ്രം ഇന്ത്യ പടം വരുന്നുണ്ട്, നിവിൻ ഈസ് ബാക്ക്. അപ്പോൾ ഇവർ തമ്മിലായിരിക്കും മനസ്സിലായി. നിവിനും ടോവിനോയും തമ്മിൽ ഏറ്റുമുട്ടും മെയ് 1, 3 2 ദിവസം ഡിഫറൻസ് ഉണ്ട്. രണ്ടും നല്ല ഫിലിം ആയിരിക്കട്ടെ. കാരണം എന്താ വെച്ചാൽ നിവിനൊരു തിരിച്ചുവരവ് അത്യാവശ്യമാണ്. ടോവിനോ ഇപ്പോൾ നല്ല നല്ല സെലക്റ്റീവായിട്ടുള്ള ക്യാരക്ടറുകൾ ചെയ്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടറും കൂടിയാണ്. അപ്പോൾ പിന്നെ ലാലിനെ നമുക്കറിയാം, ജൂനിയർ ലാലിനെ നമുക്കറിയാം, സെറ്റായിരിക്കും കാര്യങ്ങൾ, ആ രീതിയിലാണ് പ്ലാൻ ചെയ്യുള്ളൂ. അപ്പോൾ എന്തായാലും ഇത് നമ്മൾ ഏറ്റുമുട്ടുമ്പോൾ ആര് വിൻ ചെയ്യും നമുക്ക് നോക്കാം. എന്തായാലും 2 പടം ഹിറ്റ്, ആര് കൂടുതൽ കളക്ട് ചെയ്യും നോക്കാം. അപ്പോൾ ദി ബെസ്റ്റ് വെയിറ്റിംഗ് മെയ് 1 തൊഴിലാളി ദിനത്തിൻ്റെ അന്ന് മലയാളി ഫ്രം ഇന്ത്യ, മെയ് 3-ന് നടിക്കാൻ തിലകം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. സബ്സ്ക്രൈബ് ചെയ്യുന്ന പരിഗണിക്കുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ. മുകേഷ്.